ഹലോ, ഇന്ന് നമ്മൾ ദോശയും കൊള്ളി ഇഷ്ടമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ കൊള്ളിയൊക്കെ വൃത്തിയാക്കി നുറുക്കി ഇതിന് കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ അതേ കൊള്ളി ഞാനിത് നന്നായി കഴുകിയിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ അതിലൊരു സബോളയും ഇഞ്ചിയുടെ ഒരു കഷ്ണം, 4-5 പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതിനത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളികേരം അരച്ചിട്ട് ഒഴിക്കണം. അല്ലെങ്കിൽ നമുക്ക് പാലും ഒഴിക്കാം. ഞാനിത് നാളികേരം അരച്ച് ഒഴിക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ വേവണ സമയം കൂടെ നാളികേരം ചിരകി എന്നിട്ട് ഇത് നാളികേരം അരച്ചു നന്നായി നല്ല അരച്ചു കൂട്ടാം ഞാൻ. എന്നിട്ട് വെന്തോ നോക്കി കൊള്ളി അപ്പോൾ അതൊന്ന് ഉടയ്ക്കണം. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊള്ളി നന്നായിട്ട് ഞാൻ ഉടച്ചു കൂട്ടാം. അത് കഴിഞ്ഞിട്ട് പാത്രം വെച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, സബോളയും കടുകും വേപ്പിൻ്റെ ഇലയും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് പൊട്ടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കൊള്ളി വെന്തത് അതിലേക്ക് ഒഴിച്ചു കൂട്ടാം. അത് കഴിഞ്ഞിട്ട് ഇത് നാളികേരം നന്നായി അരച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ഒഴിച്ചു. പിന്നെ അത് തിളച്ചപ്പോൾ ഇറക്കി വെച്ചു. എന്നിട്ട് പിന്നെ അതേ ദോശ ഉണ്ടാക്കി. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ കൊള്ളിയും ദോശയും കൂടി കഴിച്ചു.